ഹലോ, ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഒരു പീസൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് 2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച് ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചുവട് കട്ടിയുള്ള കടായി എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് അരച്ച് വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇനി ഇത് നെയ്യിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ നെയ്യൊക്കെ ഈ ഈന്തപ്പഴത്തിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈന്തപ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈന്തപ്പഴം കോൺഫ്ലോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഇടയ്ക്കിടെ 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നാൽ അടിയിൽ പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹലുവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. വരട്ടിയെടുക്കും തോറും ഇതിൻ്റെ കളറ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി. നമ്മളിതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഹലുവ കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് നെയ്യിൻ്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ അളവ് കുറച്ചിട്ട് ചേർത്തിട്ടും ഹലുവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടലായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് ക്ഷമയുള്ള പണിയാണ്. അപ്പോൾ നന്നായിട്ട് ഇത് വരട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം കുറച്ചൊന്ന് ക്ഷമയോട് കൂട്ടിയിട്ട് ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹലുവ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഒരു 3/4 ഭാഗത്തോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചോപ്പ് ചെയ്ത കാഷ്യൂ ആണ് ചേർക്കുന്നത്. അപ്പോൾ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ബദാം ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. പാനിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നന്നായിട്ടൊന്ന് വിട്ട് വരുന്ന ആ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അതുവരെ നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഹൽവ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്രീസ് ചെയ്ത ഒരു മോൾഡിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്കിൻ്റെ മോൾഡിലേക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡിലൊക്കെ ഇത് ചെയ്തെടുക്കാം. സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.
അപ്പോൾ ഇതാ നമ്മുടെ ഹൽവ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്